വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഉറുമ്പിക്കര പോയപ്പോൾ ഒരു അടിപൊളി ഒരു ഡെസ്റ്റിനേഷൻ എക്സ്പ്ലോർ ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മദാമ്മ കുളം എന്ന് പറയുന്നൊരു പ്രത്യേക സ്ഥലമാണ്. നമ്മുടെ ഇയോബിൻ്റെ പുസ്തക സിനിമയ്ക്കകത്ത് അവർ പറയുന്നൊരു ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് മദാമ്മ കുളം എന്നാണ് പേരെങ്കിലും ദാറ്റ്സ് നോട്ട് എ കുളം ആക്ച്വലി ഒരു വാട്ടർഫോളാണ്. അപ്പം ഇടുക്കിയിലുള്ള അടിപൊളി ഒരു വാട്ടർഫോളാണ്. അപ്പോൾ ആ വാട്ടർഫോളിലേക്കുള്ളൊരു യാത്രയാണ് ഇന്ന്. അപ്പം പോയ വഴിക്ക് ഞങ്ങൾ ജിപ്സിയുടെ ആ ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് അത് ഈ ജിപ്സി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മോഡിഫൈ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ട്യൂണേഴ്സ് എജിൻ്റെ സ്വന്തം ജിപ്സിയിൽ ട്യൂണേഴ്സ് എജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ നിയർ ബൈ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പാണ്. അവർ ഓട്ടോമോട്ടീവ് കസ്റ്റംസ് ഒക്കെ ചെയ്യുന്നൊരു ഷോപ്പാണ്. അപ്പോൾ ആ ഷോപ്പിൽ അവരുടെ സ്വന്തം വണ്ടിയാണ് ഈ ജിപ്സി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജിപ്സിക്കകത്താണ് ഞങ്ങൾ പോയത്. പോട്ടെ 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 അല്ല പടത്തോനേതായിരുന്നു. അതായത് ടിപ്പിക്കൽ ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള അടിപൊളി ഒരു വെഹിക്കിളാണ് ഈ ജിപ്സി. നമ്മൾ ഈ ജിപ്സി കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഓഫ് റോഡ് കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതുപോലെ എല്ലാവരും ഒരു വലിയൊരു ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണ് ഈ ജിപ്സി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജിപ്സി ഇഷ്ടപ്പെടുന്ന ആളാണ് തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഓഫ് റോഡ് പ്രേമികൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വീഡിയോ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തോളുക. ഓക്കെ, ഇറങ്ങിപ്പോ. ഇവിടെ ചവിട്ടി താക്കണം കേട്ടോ വണ്ടി. വണ്ടിയുടെ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഫ് റോഡ് ടയേഴ്സ് ആണെങ്കിലും അത് സസ്പെൻഷൻ ആണെങ്കിലും പർട്ടിക്കുലർലി ഫോർ ഓഫ് റോഡിന് ചെയ്തിരിക്കുന്നതായതുകൊണ്ട് അത് ഏത് കുന്നും മലയും ഈസി ആയിട്ട് കയറി പോകുന്നുള്ളതാണ്. അതുപോലെ ഞങ്ങൾ പോയ വഴിക്ക് നല്ലൊരു വാട്ടർ ക്രോസിങ് കണ്ടു. ഇപ്പോൾ നമുക്ക് പോകുന്ന വഴിയല്ല, ഒരു ചെറിയ ഡിറ്റോർ എടുത്ത് ഞങ്ങളത് ഈ വാട്ടർ ക്രോസിങ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിറക്കുകയും വെള്ളത്തിൽ കൂടെയൊക്കെ നല്ല എന്താ പറയുക ഒരുപാട് വഴുക്കലുള്ള പാറയുടെ സൈഡിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് നല്ല രീതിയിൽ ആ വണ്ടിയുടെ ക്യാപ്പബിലിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. നമ്മൾ ചെയ്ത വർക്കിന് വെർത്താണ്. അതായത് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന് വെർത്തായിട്ടുള്ളൊരു മോഡിഫിക്കേഷൻസാണ് അതിൻ്റെ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് വെച്ചാൽ നമ്മൾ ഏത് കുന്നായാലും മലയായാലും വെള്ളമായാലും എന്താ പറയുക ഒഴുക്കുള്ള വെള്ളമാണെന്നുണ്ടെങ്കിലും കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിലും ചെളിയാണെങ്കിലും അതുപോലെ തെന്നുന്ന പാറയാണെങ്കിലും പുല്ലാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഈ സാധനം പുഷ്പം പോലെ കയറിപ്പോകും. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒന്ന് വെള്ളം കോരി അടിച്ചേ, കൈ വെച്ച് വെള്ളം കോരി അടിച്ചേ. ഹായ് ഹായ്, മുന്നോട്ടിറക്കല്ലേ, സ്ലിപ്പാവും. ഇങ്ങോട്ടാവും. അവിടെ കുഴി, അവിടെ എന്നെ ഒന്ന് അപ്പുറത്തോട്ട് വിടണേ. പോരെ പിന്നെ പോകുന്ന വഴിക്ക് മറ്റൊരു വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന ആ റോഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഭയങ്കര ഷാർപ്പായിട്ടുള്ള കട്ടുകളും കർവും അതുപോലെ നല്ല ഉരുളം വലിയ ബോൾഡേഴ്സും ചെറിയ കല്ലുകളും മൊത്തം എന്താ പറയുക ഒരു ടിപ്പിക്കൽ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു റൂട്ടാണ് ഞങ്ങളിന്ന് പോയത്. ഫുള്ളടിച്ചെടുത്തോ അവിടെ ഇറങ്ങുന്നിടത്താണ് നല്ല കുറച്ച് വീഡിയോസ് എല്ലാം അമ്മ ഇറക്കട്ടെ.
ലോക്കായോ? ഉള്ള പടച്ചോനെ. ഈശോ കേരളം ഇറങ്ങുന്നില്ല ടാസ്ക്. പുസ്തകം സിനിമയ്ക്കകത്ത് പറയുന്ന മദാമ്മ കുളം എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾ ഉണ്ട്. അത് ആക്ച്വലി ഈ ഉറുമ്പിക്കരയിലാണ്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ്. കുറച്ച് ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം ആ വെള്ളച്ചാട്ടം ഇറങ്ങാൻ ചെറിയൊരു കുഞ്ഞു വഴിയാണ് കേട്ടോ. കുഞ്ഞു വഴിക്കകത്ത് കുറച്ച് താഴോട്ട് ഇറങ്ങി പോയാലേ ഈ പറയുന്ന നമുക്ക് ഈ മദാമ്മ കുളം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ടേ പോകാവുള്ളൂ. കിടക്കാച്ചി വെള്ളച്ചാട്ടമാണ്. നമുക്ക് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും വെള്ളച്ചാട്ടത്തിൻ്റെ. നീ കേൾക്കുന്നുണ്ടോ? സോ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ട് കുറച്ച് നടന്നാൽ മതി. ഒരു 200 മീറ്റർ അകത്തേക്ക് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. കിടുക്കാച്ചി സ്ഥലമാണ്. കിടുക്കാച്ചി ഒരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങി പോവാം. ഇല്ലല്ലേ പതിയെ അങ്ങ് സ്ലൈഡ് ചെയ്ത് വന്നോളൂ. വിട്ടോ 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 കേട്ടോ കേട്ടോ. ഇറങ്ങാം. അതിൽ ഇരുന്ന് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇത് കാട്ടിന് ഉള്ളിലുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അതായത് നമ്മൾ ആഷ്ലി ബംഗ്ലാവ്, നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കാണുന്ന ഒരു ബംഗ്ലാവാണ്. അപ്പോൾ ആ ബംഗ്ലാവിൻ്റെ അവിടെ പണ്ടുണ്ടായിരുന്ന മദാമ്മമാർ, അതായത് പണ്ടവിടെ ഫോറിനേഴ്സാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ കാട്ടിനുള്ളിൽ പോയി കുളിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വെള്ളച്ചാട്ടമാണ് ഇതെന്നാണ് പറയുക. അങ്ങനെയാണ് ഇതിന് മദാമ്മ കുളം എന്നൊരു പേര് വന്നത്. അതുവരെ കാണാൻ ഭയങ്കര രസമാണ്. വളരെ ഒരുപാട് വലിയൊരു വെള്ളച്ചാട്ടമൊന്നുമല്ല. 2 തട്ടിലായിട്ട് നമുക്ക് അവിടെ 2 സ്ഥലത്തും ഇറങ്ങി കുളിക്കാൻ പറ്റും. പക്ഷേ ആ രണ്ടാമത്തെ തട്ടിലേക്കുള്ളത് കുറച്ച് സ്ലിപ്പറിയാണ്. ഭയങ്കര സ്ലിപ്പറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളവിടെ ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര കെയർഫുള്ളായിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. അത്യാവശ്യം നല്ല കുത്തൊഴുക്കും അത്യാവശ്യം തെന്നിക്കിടക്കുന്നതും ഒരുപാട് പാറകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വെള്ളച്ചാട്ടമാണ്. പക്ഷേ എത്രത്തോളം അപകടം കൂടുന്നു അതുപോലെ തന്നെ അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. എനിക്കിത് കാണുമ്പോൾ അതിൻ്റെ ഡ്രോൺ ഷോട്ട്സൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോവയിലേക്ക് പോകുമ്പോഴുള്ള ദൂദ്സാഗർ വെള്ളച്ചാട്ടമാണ് ഓർമ്മ വരുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ വെർഷൻ പോലെയാണ് ഇതിനെ കാണാനുള്ളത്. അത്രയും മനോഹരമായിട്ടൊരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോവുകയാണെങ്കിൽ ഈ സാധനം മിസ് ചെയ്യാതെ കണ്ട് തന്നെ പോകണം. അതായത് കുട്ടിക്കാനം ഉറുമ്പിക്കര റൂട്ടിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഓഫ് റോഡിങ്ങിന് പോവുകയാണെങ്കിൽ, നിങ്ങൾ അവിടെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് പറ്റുമെങ്കിൽ, വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി കുളിച്ചിട്ട് തന്നെ പോകാൻ പാടുള്ളൂ. ശേഷം നല്ല മഴയെന്ന് വെച്ചാൽ മഴയത്ത് ഞങ്ങൾ ഓടിയാണ് തിരിച്ച് വണ്ടിക്കകത്ത് കയറിയത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് നേരെ ഉറുമ്പിക്കര ടോപ്പിൽ പോയിട്ട് അവിടുത്തെ ആ ഫോഗാണെങ്കിൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഏറ്റവും മേളിലുള്ള സ്ഥലം. വണ്ടിയൊക്കെ ഇവിടെ എല്ലാം പ്രത്യേകിച്ച് പാർക്ക് ചെയ്തിട്ടൊരു ജസ്റ്റ് ലൈനപ്പില്ല, നല്ല കോടയുള്ളൊരു നല്ല അടിപൊളി ആംബിയൻസ് ആണ്. അടിപൊളി ആംബിയൻസ്, ഒന്നും കാണാൻ പറ്റത്തില്ല ആക്ച്വലി. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫോഗ് കയറി ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ടില്ലേ? വാവ്, നമ്മുടെ ചുണക്കൊട്ടികൾ കിടക്കുന്നുണ്ടോ? എല്ലാമാരും കൂടെ ചവിട്ടി കയറി വന്നിട്ടുണ്ട് മേളിലോട്ട്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണോ, ഭയങ്കര രസം. ഭയങ്കര രസം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്മോക്കാണ്, കംപ്ലീറ്റ് സ്മോക്ക്, കംപ്ലീറ്റ്. നമുക്കിനി അപ്പുറത്തോട്ട് പോയി നോക്കാം. ആക്ച്വലി അപ്പുറത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ മലകൾ പോലെ പാറക്കെട്ടുകളുണ്ട്. നമുക്ക് ഇറങ്ങി നടന്നൊക്കെ പോകാം. പക്ഷെ കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് അവസ്ഥ. അത്രയ്ക്കും കിടുക്കാച്ച സ്ഥലമാണെന്ന് വെച്ചാൽ അത്രയ്ക്കും കിടുക്കാച്ച സ്ഥലമാണ്. പിന്നെ കുറച്ച് നല്ല മഴയും മഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനുമില്ല. അടിപൊളി ആംബിയൻസാണ്, അടിപൊളി വൈബാണ്. സോ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി അവിടുത്തെ ഫോഗും കാര്യങ്ങളും അതിൻ്റെ മുകളിൽ കൂടെ എല്ലാം കുറച്ച് റൈഡ്സൊക്കെ കുറച്ചൊക്കെ എൻജോയ് ചെയ്തു. രാത്രിയായി, ഒരുപാട് ലേറ്റായിട്ടാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത് ആക്ച്വലി.
അപ്പം പല വണ്ടികളിലും ഓഫ് റോഡ് പോകുന്ന വണ്ടികളിലൊക്കെ വലിയ വലിയ ഫോഗ് ലൈറ്റ്സും യെല്ലോ ലാമ്പുകളൊക്കെ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമാത്രം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ്. അത് ഭയങ്കരമായിട്ട് മഞ്ഞും മഴയും ഇരുട്ടുമൊക്കെ ഉള്ള അവസരത്തിൽ നമ്മൾ നോർമൽ ഹെഡ്ലൈറ്റ്സ് വെച്ച് അത് പറ്റില്ല. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓക്സിലറി ലൈറ്റ്സ് യൂസ് ചെയ്യുന്നത് അതെന്താ പറയുക ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അതൊരു തെറ്റായിട്ട് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഹൈവേസിലൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഹൈ ത്രോൾ ലൈറ്റ്സ് യൂസ് ചെയ്യായിരിക്കും. ബട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അതായത് നമ്മൾ ടിപ്പിക്കൽ ഓഫ് റോഡിന് അത് ഇങ്ങനെയുള്ള മൗണ്ടൻസിലേക്കും അങ്ങനെയുള്ള ക്ലൈമ്പിനൊക്കെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വെല്ലിട്ടായിട്ടുള്ളൊരു പ്രോപ്പർ ഹെഡ്ലൈറ്റ്സും ഫോഗ് ലൈറ്റ്സും അതുപോലുള്ള മറ്റുള്ള ഓക്സിലറി ലൈറ്റ്സും ഒക്കെ തീർച്ചയായിട്ടും വേണം. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായി പോകും. അതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം. ഇതിൻ്റെ എഞ്ചിൻ്റെ അത് എന്തൊക്കെ ചെയ്തേക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. ഫിൽറ്റർ മാത്രം. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇതിലും നല്ല അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല അടിപൊളിയുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാം സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.